ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് മൊഡ്യൂളില് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കി. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നോക്കി. അപ്പൊ ഈ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുമ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടേംസ് ആണ് എംപെരിസം ആൻഡ് നേറ്റിവിസം. ഹിസ്റ്ററിയിൽ തന്നെ വരുന്ന ഒരു രണ്ട് ടേംസ് ആണ്. ഈ എംപെരിസം ആൻഡ് നേറ്റിവിസം എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഒരു കൺസെപ്റ്റിൽ രണ്ട് എതിർദിശയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് ഒപ്പോസ് ചെയ്യുന്ന രണ്ട് വ്യൂസ് ആണ് എംപെരിസും നേറ്റിവിസും പറയുന്നത്. ഇപ്പോൾ എംപെരിസം ആണ് എന്നുണ്ടെങ്കിൽ എംപെരിസംകാരുടെ ഒരു വ്യൂ എങ്ങനെയാ വെച്ചാൽ, അല്ലെങ്കിൽ അവർ പറയുന്നത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണെന്നും അതിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന കുറേ സെൻസറി എക്സ്പീരിയൻസുകളൊക്കെ എഴുതി ചേർക്കുന്നത് പോലെ അതിൽ ആയിട്ടാണ് നമുക്ക് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സാധനം വർക്ക്ഔട്ട് ആവുന്നത് എന്നാണ് എംപെരിസംകാർ പറയുന്നത്. എന്നാൽ അതേസമയം നേറ്റിവിസംകാർ പറയുന്നത് അങ്ങനെ നമ്മൾ ആഫ്റ്റർ ബർത്ത് നമ്മൾ കുറേ സെൻസറി എക്സ്പീരിയൻസുകൾ ആഡ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ കൊഗ്നീഷൻ ഡെവലപ്പ് ആവുന്നത്. അത് ഡെവലപ്പ് ആവുന്നത് നമുക്ക് ബൈ ബർത്ത് തന്നെ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടായിരിക്കും എന്നാണ് നേറ്റിവിസംകാർ പറയുന്നത്. ഇതാണ് ആ രണ്ടൊരു ഒപ്പോസ് ചെയ്യുന്ന രണ്ട് വ്യൂസ് എന്ന് പറയുന്നത്. എംപെരിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ജോൺ ലോക്ക്, ജോർജ് ബെർക്ക്ലി, ഡേവിഡ് ഹ്യൂം. ഇങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ എംപെരിസത്തിൻ്റെ വ്യൂവിനോട് എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അതേസമയം നേറ്റിവിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ റെനെ ഡെസ്കാർട്ട്, ഇമാനുവൽ കാന്റ്, ഇവരൊക്കെ നേറ്റിവിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് 20th സെഞ്ച്വറിയിലൊക്കെ ഒരു കൊഗ്നിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടായ സമയത്തേക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു രണ്ട് കൺസെപ്റ്റുകൾക്ക് വളരെ പ്രാധാന്യം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിനത്ര ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നില്ല, ജസ്റ്റ് ആ ഒരു ടേംസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത് റീസണിങ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നോർമലി റീസണിങ് എക്സാമിന് വരാറുണ്ട്. എന്താണ് റീസണിങ്, ഏതൊക്കെ ടൈപ്സ് റീസണിങ് ആണുള്ളത്, ആ റീസണിങ്ങിലെ ടൈപ്പാണ് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും. ഇത് രണ്ടും എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ പ്രോസസ്സാണ് ഓഫ് ഡ്രോയിങ് കൺക്ലൂഷൻസ്, മേക്കിംഗ് ഇൻഫറൻസസ് ഓർ സോൾവിങ് പ്രോബ്ലംസ് ബൈ ലോജിക്കലി കണക്റ്റിംഗ് പ്രിമൈസസ്, എവിഡൻസസ് ഓർ പ്രയർ നോളജസ്. നമുക്ക് എന്തെങ്കിലും പ്രയർ നോളജുകളുടെ ബേസിലോ അല്ലെങ്കിൽ ഒരു എവിഡൻസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തെളിവുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടോ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഇൻഫറൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കൺക്ലൂഷൻ പറയുക, അതിനെയാണ് റീസണിങ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു പോലീസ് ഒരു മർഡർ കേസ് അന്വേഷിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളൊരു മർഡർ കേസാണ്, മർഡർ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ സ്ഥലത്തെത്തുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിൽ നമുക്കുള്ളൊരു കൺക്ലൂഷൻ എത്താം. ഓക്കെ, ഇറ്റ് ഈസ് എൻ സൂയിസൈഡ് ഓർ ഇറ്റ് ഈസ് എ മർഡർ. അപ്പോൾ നമുക്ക് കയ്യിലുള്ള കുറച്ച് ലോജിക്കലായിട്ടുള്ള എവിഡൻസുകളുടെ ബേസിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുന്നു. അല്ലെങ്കിൽ നമുക്ക് മുന്നേ എപ്പോഴെങ്കിലും ഇപ്പം എന്താ പറയുക, നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വണ്ടികളൊക്കെ കുറച്ച് മുന്നേ തൊട്ടിട്ട് ബ്ലോക്ക് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു പ്രയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യും, ഓക്കെ ഈ ഒരു സമയത്ത് അവിടെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്, അപ്പോൾ ഈ റെയിൽവേ ഗേറ്റ് അടവായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഈ ബ്ലോക്ക് വന്നത് എന്ന് നിങ്ങൾ ഗസ് ചെയ്യും. സോ അപ്പോൾ ഒരു പ്രയർ നോളജിൻ്റെ ബേസിൽ നിങ്ങളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കി. ഇങ്ങനെ കുറേ തെളിവുകളുടെയോ അല്ലെങ്കിൽ കുറച്ച് നമ്മളുടെ മുന്നത്തെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ബേസിൽ നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിനെയാണ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റീസണിങ് ആണ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് റീസണിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിഡക്റ്റീവ് റീസണിങ്ങും അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റീസണിങ്ങും ആണ്. അത് നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രിമൈസ് ആണ് നമ്മുടെ കയ്യിലുണ്ടാവുക, അതിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് സാധനത്തിലേക്ക് എത്തുന്നു. ഫോർ എക്സാമ്പിൾ, all humans are mortal, Socrates is human, therefore Socrates is mortal. എന്താ പറയുന്നത്, എല്ലാ മനുഷ്യന്മാരും മോർട്ടലാണ്, അപ്പം സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മോർട്ടലാണ്. സോ ഇവിടെ ജനറൽ പ്രിമൈസ് ആണ്, എല്ലാ മനുഷ്യന്മാരും മോർട്ടലാണ് എന്നുള്ളൊരു ജനറൽ പ്രിമൈസിൽ നിന്ന് സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരാളും മോർട്ടലായിരിക്കും എന്നുള്ള ഒരു സ്പെസിഫിക് സാധനത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ്, അപ്പം ഇതും ഇങ്ങനെയാണ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നിന്ന്, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു സ്പെസിഫിക് സാധനത്തിലേക്ക് നമ്മൾ എത്തുന്നതിനെയാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡെഡ്യൂസ് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്, ജനറലിൽ നിന്ന് ഒരു സ്പെസിഫിക്കിലേക്ക് വരികയാണ്. ഇനി ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ
നമ്മൾ ഒരു സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്ന് കോമൺ ആയിട്ടുള്ളതിലേക്ക് എത്തുകയാണ്. ഇപ്പം ഒരു സ്വാൻ വൈറ്റ് ആണ്, ഞാൻ കണ്ടിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു സ്വാൻ വൈറ്റ് കളറാണ്, അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ സ്വാൻസും വൈറ്റ് കളർ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡക്റ്റീവ് റീസണിങ് നടത്തുകയാണ്. ഇപ്പം ഞാൻ കാണുമ്പോൾ എൻ്റെ ടി വിയിൽ ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഒരു പെർട്ടിക്കുലർ ഷോ നടക്കുകയാണ്. അപ്പം ഞാൻ അതിൽ എന്ത് തീരുമാനത്താണ്, ഈ ലോകത്തിലുള്ള ഈ ഒരു ചാനലിലും ഈ ഒരു പെർട്ടിക്കുലർ ഷോ ആവും എല്ലാവരും കാണുന്നുണ്ടാവുക. അല്ലാതെ എല്ലാവരുടെ വീട്ടിലും പോയിട്ട് ഞാൻ ഇവരൊക്കെ ഈ ഷോ ആണോ ഇപ്പോൾ ഇവരുടെ ചാനലിൽ നടക്കുന്നത് നമ്മൾ നോക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ ലൈവാണ് പോകുന്നതെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ വീടുകളിലെയും ആ ന്യൂസ് ചാനലിൽ ആ ടൈമിൽ ലൈവാണ് പോകുന്നത്. അപ്പോൾ സ്പെസിഫിക്കിൽ നിന്ന് എന്തിലേക്ക് എത്തുകയാണ്, ഒരു ജനറൽ കാര്യത്തിലേക്ക് എത്തുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. കാറ്റഗോറിക്കൽ റീസണിങ് ഉണ്ട്, ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ഉണ്ട്. കാറ്റഗോറിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ചില ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് നമ്മൾ സോർട്ട് ചെയ്യാണ് കാര്യങ്ങൾ. അതിന് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാവും. അപ്പോൾ ഇഫ് ദെൻ സിനാരിയോ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അപ്പം ഇന്ന് എന്താ പറയുക, ഇപ്പം നമ്മൾ പറയും കോളേജിലൊക്കെ ഇന്ന് എല്ലാവരും കുട്ടികളൊക്കെ ഗ്രൗണ്ടിൽ പരന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രിൻസിപ്പൾ ലീവായിരിക്കും. അപ്പോൾ ഇഫ് ദെൻ സിനാരിയോസ് വെച്ചിട്ടാണ് ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡിഡക്റ്റീവ് റീസണിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ജനറൽ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് വരുമ്പോൾ, ഇൻഡക്റ്റീവ് റീസണിങ് സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ കാര്യത്തിൽ ജനറൽ കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ ജനറൽ കാര്യം ട്രൂ ആണെങ്കിൽ നമ്മുടെ സ്പെസിഫിക് കാര്യം മിക്കവാറും ട്രൂ ആവാനാണ് സാധ്യത. പക്ഷേ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഷോ ആണെങ്കിൽ എല്ലാവരും ആ ഷോ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പായി പറയാൻ പറ്റില്ല. കാരണം 2 ജില്ലയിൽ അവർ വേറെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ന്യൂസ് അതിൽ പോകുന്നുണ്ടായിരിക്കാം. മേ ബി ഒരു പ്രോബബിലിറ്റി അവിടെ കൊടുക്കണം, എന്ത് തെറ്റാനുള്ള പ്രോബബിലിറ്റി. എൻ്റെ കയ്യിലുള്ള സ്വാൻ വൈറ്റ് ആണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ സ്വാൻസും വൈറ്റ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റാനുള്ളൊരു പ്രോബബിലിറ്റി അവിടെ ഇൻഡക്റ്റീവ് റീസണിങ്ങിലുണ്ട്. പക്ഷേ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ അങ്ങനെ തെറ്റാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റീസണിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ 2 തിയറീസാണ് നമ്മൾ പറയുന്നത്, മെൻ്റൽ ലോജിക് തിയറി ആൻഡ് മെൻ്റൽ മോഡൽസ് തിയറി. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. വല്ലാതെ അതിൻ്റെ മുകളിൽ പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. മെൻ്റൽ ലോജിക് തിയറി എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ബ്രെയിൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ ഒരു തിയറീനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റീസണിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കലി റിയൽ ഇൻഫറൻസസ് സ്കീമ സ്റ്റോർഡ് ഇൻ അവർ മെമ്മറി എന്നാണ് പറയുന്നത്. നമ്മുടെ തലയിൽ ഓൾറെഡി ഒരു മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ബേസിലാണ് നമ്മൾ എല്ലാ റീസണിങ്സും പുറത്തേക്ക് വരിക എന്നാണ് പറയുന്നത്. ഇഫ് പി ദെൻ ക്യൂ, നമ്മൾ ആൽഫബറ്റ് പറയുമ്പോൾ പി കഴിഞ്ഞാൽ ക്യൂ ആണ്, അത് ഉറപ്പാണ്. അപ്പോൾ പി ആണെങ്കിൽ പിന്നെ ക്യൂ ആണ് എന്നുള്ളൊരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മെൻ്റലി. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റീസണിങ് നടത്തുക എന്നാണ് മെൻ്റൽ ലോജിക് തിയറിക്കാർ പറയുന്നത്. എന്നാൽ മെൻ്റൽ മോഡൽ തിയറിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫിലിപ്പ് ജോൺസൺ ലയാർഡ് എന്ന് പറയുന്ന ആളാണ് മെൻ്റൽ മോഡൽസ് തിയറി പ്രപ്പോസ് ചെയ്ത്. ഇവർ ഹോൾഡ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിവിജ്വൽസ് ചില മെൻ്റൽ സിമുലേഷൻസ് ഉണ്ടാക്കുകയാണ്. ഒരു സിനാരിയോയിൽ വന്നെത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനാരിയോ കാണുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, അതിൽ നമുക്ക് കിട്ടുന്ന പ്രിമൈസുകൾ വെച്ചിട്ട് നമ്മളൊരു ഒരു അസംഷൻ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൽ കിട്ടുന്ന തെളിവുകൾ വെച്ചിട്ട് നമ്മൾ അപ്പം ഒരു സിമുലേഷൻ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റീസണിങ് നടക്കുന്നത് എന്നാണ് മെൻ്റൽ മോഡൽസ് തിയറിക്കാർ പറയുന്നത്. അല്ലാതെ അത് നമ്മൾ മുൻകൂർ ഒരു പ്രയർ സാധനം വെച്ചിട്ട് ആദ്യം പി ആണെങ്കിൽ പിന്നെ ക്യൂ ആണ് എന്നുള്ള മോഡിലല്ല. നമ്മളൊരു സിനാരിയോയിൽ വന്ന് എത്തിപ്പെടുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന പ്രിമൈസസ് വെച്ചിട്ടാണ് നമ്മളൊരു സിമുലേഷൻ ഉണ്ടാക്കുന്നത് എന്നാണ് മെൻ്റൽ മോഡൽ തിയറിക്കാർ പറയുന്നത്. കുറച്ചും കൂടെ എന്താ പറയുക, വേറൊരു തിയറി പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്. മൈക്ക് ഓക്സ്ഫോർഡ് ആൻഡ് നിക് ചാറ്റർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഈ പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നത്തിങ് ഇറ്റ്സ് സിമ്പിൾ, നമ്മൾ ചില പ്രോബബിലിറ്റീസ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീസണിങ് നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. ലൈക്ക് സെർട്ടനിറ്റിക്കല്ല, ചില ഉറപ്പുള്ള കാര്യത്തിനല്ല പ്രാധാന്യം, സാധ്യതയ്ക്ക് വെച്ച് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളൊരു റീസണിങ് നടത്തുന്നതിനെയാണ് പ്രോബബിലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. So this table will help you to differentiate between this mental logic, mental models and probabilistic approach. Okay.